ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് അരുന്ധതി. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് നമ്മളെ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ മേക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം മേക്കപ്പിന്റെ കാര്യമാണെങ്കിലും ഓർണമെന്റ്സിന്റെ ആണെങ്കിലും വിഗിന്റെ ആണെങ്കിലും അപ്പൊ അതിനെല്ലാം പറ്റി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമുക്ക് ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ആദ്യം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. സൗത്ത് ഇന്ത്യൻസ് ആവട്ടെ, നോർത്ത് ഇന്ത്യൻസ് ആവട്ടെ, എല്ലാം മേക്കപ്പിന്റെ കോസ്റ്റ്യൂമിന്റെ എല്ലാം കാര്യം ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിടാം, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇപ്പൊ മേക്കപ്പിനെ പറ്റി പറയുവാണെങ്കിൽ മേക്കപ്പ് പല ടൈപ്പ് ഉണ്ട്. നമുക്കത് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ബഡ്ജറ്റ്, പിന്നെ അതേപോലെ ഒരാള് സ്കിൻ ടോൺ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് പലതരം മേക്കപ്പ് നമ്മൾ അവൈലബിൾ ആണ്. അപ്പം അത് എന്താന്ന് വെച്ചാൽ എല്ലാവരും നോക്കി നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന ഏത് ആർട്ടിസ്റ്റിന്റെ അടുത്താണോ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏത് മേക്കപ്പ് ആണോ എന്ന് വെച്ചാൽ ചൂസ് ചെയ്യണം. പിന്നെ നമ്മൾ കോസ്റ്റ്യൂമിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മളൊരു ഡിവൈൻ പർപ്പസ് അല്ലേ, അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ട്രഡീഷണൽ അറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് സാരി, സെറ്റ് സാരി, അല്ലെങ്കിൽ ദാവണി, സ്കേർട്ട് ആൻഡ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാവാട എടുപ്പ് അങ്ങനത്തെ ടൈപ്പ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പാഡഡ് തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര ഒരുക്കെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പാഡഡ് തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം. പിന്നെ കോസ്റ്റ്യൂം സെലക്ഷൻ നമ്മളെ സ്കിൻ ടോണിന് സ്യൂട്ടായി പോകുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂം മാത്രമേ എടുക്കാവുള്ളൂ. അതല്ലാതെ ഒരു സ്കിൻ ടോണിന് സ്യൂട്ട് ആവാത്തുള്ള ഒരു കളർ ചൂസ് ചെയ്താൽ നമ്മൾ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി കിട്ടത്തില്ല. സോ അതുകൊണ്ട് നമ്മളെ സ്കിൻ ടോണിന് സ്യൂട്ടായിട്ട് വരുന്ന കോസ്റ്റ്യൂം വേണം നമ്മൾ എടുക്കാൻ. പിന്നെ നമ്മൾ വിഗിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മളെ മാർക്കറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള വിഗും കിട്ടും, ക്വാളിറ്റി കുറഞ്ഞ വിഗും കിട്ടും, റേറ്റ് കൂടുതൽ കുറവ്, അങ്ങനെ പലതരം വിഗ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന വിഗ് പോലെ ഇരിക്കും നമ്മളെ ഫൈനൽ റിസൾട്ട് ബെസ്റ്റ് ആയിട്ടിരിക്കാം. ഇപ്പൊ നമ്മൾ നല്ലൊരു മേക്കപ്പ് ചെയ്തിട്ട് നമ്മളെ വിഗ് നമ്മൾ ഒരു ലോ ക്വാളിറ്റി വിഗ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് ലുക്ക് തന്നെ മാറും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പം മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ വിഗ് ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളെ ലുക്ക് മാറുന്നത്. നമ്മൾ അത്യാവശ്യം നല്ലൊരു വിഗ് തന്നെ വെക്കാൻ നോക്കണം. അതിപ്പം പലവർക്കും പല ബഡ്ജറ്റ് റേഞ്ച് ആണ്, പക്ഷെ എങ്കിൽ പോലും മാക്സിമം എല്ലാവരും നോക്കണം. ഇപ്പൊ നല്ല രീതിയിൽ ഒരുങ്ങണം, നല്ല ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരിക്കണം എന്ന് വിചാരിക്കുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവര് നല്ല ഒരു വിഗ് വാങ്ങണം. കാര്യം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുക. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത് കിട്ടില്ല. ഒരു ചകിരി പോലത്തെ ഒരു ഹെയർ നമ്മളെ തലയിൽ വെച്ച് എങ്ങനെ ഇരിക്കും, അതേ ഒരു ഇതായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഓർണമെന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോസ്റ്റ്യൂമിന് സ്യൂട്ട് ആയിട്ട് വരുന്ന ഓർണമെന്റ്സ് തന്നെ എടുക്കണം. ഇപ്പം നമ്മള് ഒരു ട്രഡീഷണൽ ഒരു ലുക്ക് നമ്മൾ ഇതാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർണമെന്റ്സ് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് മെറ്റല് അങ്ങനത്തെ എല്ലാതിനെയും കാട്ടി കൂടുതൽ നല്ലത് ടെമ്പിൾ ജ്വല്ലറി, ആന്റിക്ക് അങ്ങനെ പോകുന്നതായിരിക്കും. കാര്യം നമ്മളൊരു ട്രഡീഷണൽ അറ്റയറുമായിട്ട് ഇത് കോമ്പിനേഷൻ ആയിട്ട് പോണേന്ന് പറഞ്ഞാൽ നമ്മള് ആന്റിക്ക്, ടെമ്പിൾ ജ്വല്ലറി അങ്ങനത്തേതാണ്. അപ്പം കൂടുതൽ പേരും അത് തന്നെ എടുക്കാൻ നോക്കുക. കൂടുതലല്ല, എല്ലാവരും മാക്സിമം പറ്റുന്ന എല്ലാവരും അങ്ങനത്തെ ഓർണമെന്റ്സ് തന്നെ എടുക്കാൻ നോക്കണം. പിന്നെ അതേപോലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന കൺഫേം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഹെയർ കട്ട് ചെയ്യാതെ നോക്കണം. ഹെയർ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മളെ റിയൽ ഹെയറിൽ നമ്മൾ സ്റ്റൈൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കും എന്റെ ലുക്ക് മാറും. നമ്മളത് റിയൽ ആയിട്ട് തോന്നും. നമ്മളിപ്പം ഗേൾസിന് തന്നെ നമ്മളെ ഹെയറിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ആ സമയം നമ്മൾ വിഗ് വെക്കുമ്പോഴത്തേക്കും ആ ഒരു ഇത് വേറെ ആയിരിക്കും, നമ്മൾ റിയൽ ഹെയറിൽ ചെയ്യുമ്പോഴത്തേക്കും അത് വേറെ ആയിരിക്കും. പിന്നെ നമ്മൾ ലോങ് ആയിട്ട് ഹെയർ വളർത്തിയില്ലെങ്കിൽ പോലും മാക്സിമം ഹെയർ വളർത്താൻ നോക്കണം. കാര്യം നമ്മൾ വിഗ് വെക്കുവാണെങ്കിൽ പോലും നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ റിയൽ ഹെയർ
കുറച്ച് ലെങ്തി എങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വിഗ് വെക്കുന്ന കാര്യം കുറച്ച് ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. പിന്നെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും വിളക്കെടുക്കുമ്പോഴത്തേക്കും നമ്മൾ മീശ താടി ഒക്കെ എടുക്കണം. അപ്പൊ മാക്സിമം നിങ്ങൾ എന്നാണ് മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വരുന്നതിന് മുന്നേ മാത്രമേ എടുക്കുള്ളൂ. വൈകിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് മാത്രമേ ഹെയർ എടുക്കാവുള്ളൂ. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഹെയർ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ രാവിലെ എടുത്താലും വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മേക്കപ്പ് ഫിക്സ് ആവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചിലവർക്ക് ഫിക്സ് ആവത്തില്ല, കുറേ പാടായിരിക്കും. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വൈകിട്ട് മേക്കപ്പ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മാക്സിമം ഉച്ചയ്ക്ക് എടുക്കാൻ നോക്കുക ഹെയർസ് ഒക്കെ. പിന്നെ അതേപോലെ നമ്മള് ഹാൻഡ്സില് ചെസ്റ്റ് പോർഷൻ ബ്ലൗസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ വാക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ട്രിം ചെയ്ത് കളയുക. വാക്സ് ചെയ്യുന്ന പറഞ്ഞാൽ വാക്സ് ചെയ്യുന്ന പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ അതല്ല, വാക്സ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ട്രിം ചെയ്താൽ മതി. പിന്നെ അതേപോലെ മെയിൻ ആയിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മീശ താടി ഒക്കെ എടുക്കുമ്പോഴത്തേക്കും മാക്സിമം ആ ദിവസം ഉച്ചയ്ക്ക് തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മള് മേക്കപ്പ് ഫിക്സ് ആവത്തില്ല, നല്ല പാടായിരിക്കും. പിന്നെ അതേപോലെ നമ്മളെ നെയിൽ എക്സ്റ്റൻഷൻ ചിലവരിങ്ങനെ നെയിൽ ഫിക്സ് ചെയ്തുകൊണ്ടൊക്കെ വരാറുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ കുറച്ച് നേരത്തേക്കല്ലേ, അപ്പൊ നമ്മള് റിയൽ നെയിലിനെ കെയർ ചെയ്തുകൊണ്ട് മാത്രമേ നെയിൽസ് ഫിക്സ് ചെയ്യാവുള്ളൂ. കാര്യം അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞാലും നമ്മള് റിയൽ നെയില് ഇന്ന് പ്രശ്നം പറ്റും. നമ്മളെ ലാസ്റ്റ് ഇയർ വന്ന ഒരു കസ്റ്റമറിന് തന്നെ അതേപോലെ പറ്റി. അവര് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് കുറെ നാളെടുത്ത് അതൊന്ന് ശരിയാവാൻ വേണ്ടി. അപ്പം മാക്സിമം നമ്മളെ കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ, ആ ഒരു ഇതില് ഒരുപാട് പശയോ അങ്ങനത്തെ ഗമ്മോ ഒന്നും വെച്ച് തേച്ച് ഒട്ടിക്കാതിരിക്കാതെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് വന്നാൽ മതി. പിന്നെ ഇപ്പൊ നമ്മളടുത്ത് ആ മേക്കപ്പ് ചെയ്യാൻ വരുന്നെങ്കിൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർണമെന്റ്സും വിഗും എല്ലാം പർച്ചേസ് ചെയ്യണം. പിന്നെ അതേപോലെ നിങ്ങളുടെ കോസ്റ്റ്യൂമിന് സ്യൂട്ട് ആയിട്ടുള്ള ഓർണമെന്റ്സ് വേണം നമുക്ക് എടുക്കാൻ. അപ്പൊ അതുകൊണ്ട് നേരത്തെ വിളിച്ച് പറഞ്ഞ് കൺഫേം ആക്കിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കോസ്റ്റ്യൂം പിന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഓർണമെന്റ്സ് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് ഓർണമെന്റ്സ് വിഗ് മാത്രമേ ആ ദിവസത്തേക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ. മാക്സിമം എല്ലാവരും നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് ഓർണമെന്റ്സും വിഗും സെറ്റ് ആക്കാൻ നോക്കണം. പിന്നെ നമ്മളടുത്ത് മേക്കപ്പ് ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന മേക്കപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ അമ്പലത്തിന്റെ അങ്ങോട്ട് റോഡിൽ നിന്ന് നടക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. എല്ലാവർക്കും പെട്ടെന്ന് വരാൻ പറ്റും. അപ്പം മാക്സിമം എല്ലാവരും നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ നോക്കണം. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഇതല്ല, ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ മതി, പറയാം. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാനത് കാണുവാണെങ്കിൽ റിപ്ലൈ തരാം. ഓക്കെ, ബൈ.